ഹലോ ഗെയ്സ്, അപ്പോൾ ഓണം നമ്മുടെ പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. ഓണാഘോഷവുമായിട്ട് നമ്മളും എൻലെസ് ജേണി ബൈ ദീപിലൂടെ നമ്മുടെ സ്വന്തം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത്തപ്പൂക്കളവും ഓണസദ്യയും ഓണാഘോഷങ്ങളുമൊക്കെ ആയിട്ട് നമുക്കും ഈ ഓണം അടിച്ചു പൊളിക്കാം. അപ്പോൾ ആദ്യമേ അതിന് അത്തപ്പൂക്കളം ഒരുക്കാൻ വേണ്ടിയിട്ട് അത്തം തുടങ്ങാറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണ് എടുത്ത് അത്തത്തിനുള്ള തിട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്ത് അടിച്ചു പൊളിക്കണം. ഞാനങ്ങനെ നമ്മുടെ പറമ്പിൽ മണ്ണൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ അതിന് തൊട്ടപ്പുറത്തെ പറമ്പിൽ ചാടി അവിടെ മണ്ണിങ്ങനെ കൂന കൂട്ടിയിട്ടിരിക്കുന്നു. അവിടുന്ന് കുറച്ച് മണ്ണെടുത്തുകൊണ്ട് വന്ന് അത് കുഴച്ച് തിട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ അതാണ്ട് ബെല്ലക്കുട്ടനും നമ്മുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് പണിക്കാണേലും അവനും നമ്മുടെ കൂടെ തന്നെ കട്ടയ്ക്ക് നിന്നോളും. ആൾ നല്ല ഉഷാറാ. പിന്നെ ഇപ്പോൾ ഈ തിട്ട ഉണ്ടാക്കണമെങ്കിലേ ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് എവിടെ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത്? ഫ്രണ്ടിൽ. ഓക്കെ. ഞാൻ ഇപ്പുറത്തോട്ട് ചാടിയ സമയത്ത് ബെല്ലക്കുട്ടനെ തൂക്കിയെടുത്ത് എൻ്റെ കൂടെ ഇപ്പുറത്തിട്ടു. അവനും കുറച്ച് ഓടി കളിക്കട്ടെ. അങ്ങനെ നമ്മുടെ ബെല്ലക്കുട്ടനും നമ്മുടെ കൂടെ മണ്ണെടുക്കാൻ വേണ്ടി ഇപ്പുറത്ത് ചാടിയിരിക്കുക. ആശാൻ പുതിയൊരു ലോകം കണ്ട ത്രില്ലിൽ നടക്കുക. ഡാടാ കമ്പൊക്കെ കൊണ്ട് കയറും. ഇവിടെ ബാ, ഇവിടെ. എത്ര പറഞ്ഞിട്ടും ആശാൻ ഒരു മൈൻഡും ഇല്ല. ആശാൻ അടിച്ച് പൊളിച്ചിങ്ങനെ ഓടിക്കളിച്ച് നടക്കുക. പുതിയൊരു ലോകത്തെത്തിയ അവസ്ഥയാണ് അവന്. എത്തി നോക്കുന്ന നോട്ടം കണ്ടു ആശാൻ. ഗായ്സ്, നമ്മുടെ ടെറസിൻ്റെ മുകളിൽ അടിപൊളി ഒരു പേരയ്ക്ക കണ്ടില്ലേ? സൂപ്പർ. ഇഷ്ടം പോലെ പേരയ്ക്കുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പേരയ്ക്കുണ്ട്. ഇതുപോലൊരു 3-4 വരെ കിട്ടി. അതൊക്കെ പറിച്ച് തിന്ന്. എന്താ അല്ല നിൽപ്പുണ്ടോ? അപ്പം നമ്മുടെ തറ ഇപ്പം ഈ ഇൻ്റർലോക്കൊക്കെ ഇട്ടിരിക്കാണ്ടേ, നമ്മളിതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഷീറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഈ ഷീറ്റ് വാങ്ങിച്ചിട്ട് ഇതിൽ ശകലം മുറിച്ചെടുത്തിട്ട് ഇതിലാണ് നമ്മൾ അത്തത്തിൻ്റെ തട്ട് സെറ്റ് ചെയ്തത്. ഓക്കെ. കറക്റ്റല്ലേ? അപ്പം നമ്മുടെ കണ്ടില്ലേ, ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് മണ്ണ് കുഴച്ച് തറ സെറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ്. അപ്പോൾ നേരെ മണ്ണ് കുഴയ്ക്കാൻ പോകാം. ഓക്കെ.
അപ്പോൾ അങ്ങനെ നമ്മൾ അത്തത്തിൻ്റെ തട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ അത്തത്തിൻ്റെ തട്ടെല്ലാം നമ്മൾ മെഴുകി റെഡിയാക്കി ഇനി ഒരു 2 മണിക്കൂർ ഇരുന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചാണകം മെഴുകി ക്ലിയർ ചെയ്തെടുക്കണം. ഇത് കാരണം ഇപ്പം നനഞ്ഞ് കിടക്കുക. അപ്പോൾ ഇതിനെയും നമുക്ക് ചാണകം മെഴുകുന്ന പരിപാടിയാണ്. ഒരു 2 മണിക്കൂർ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാണകവുമായിട്ട് വരാം. ഇതൊന്ന് മെഴുകി സെറ്റ് ചെയ്തിടാം. ഓക്കെ. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം വന്ന് നോക്കിയപ്പോൾ നമ്മുടെ അത്തക്കളം ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അത്തക്കളമല്ല, അത്തത്തട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്തു, പിന്നെ ഇന്നലെ ഉണങ്ങാത്തത് കൊണ്ട് നമുക്ക് ചാണകം മെഴുകാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇന്നത്തേക്കാക്കി. തന്നെയല്ല, ഇന്നലെ എനിക്ക് ചാണകം കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തേക്കാക്കി. അതിന് ഞാനൊരു കാര്യം ചെയ്തു. കണ്ടില്ലേ, ഇത് ഒരു ഷീറ്റിട്ട് മൂടി വെച്ചു. കണ്ട, അത് ഒരു ഭാഗ്യമായി. കാരണം ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയൊക്കെ നല്ല മഴ പെയ്തു. അപ്പോൾ അതുകൊണ്ട് ഷീറ്റിട്ടത് വലിയ കാര്യമായി. ഇനിയിപ്പോൾ ഈ ഷീറ്റ് മാറ്റിയിട്ട് നമുക്ക് ചാണകം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചാണകം മെഴുകി തുടങ്ങാം. കണ്ടില്ലേ, രാവിലെ തന്നെ ഞാൻ ഒരു വീട്ടിൽ പോയി ചാണകമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഒരു ചെറിയ വിഷയം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടില്ലേ, മഴ പെയ്തിട്ട് നമ്മുടെ അത്തത്തട്ടിൻ്റെ മുകളിൽ മൊത്തം വെള്ളം കെട്ടിക്കിടക്കുക. അപ്പോൾ ഇപ്പോൾ ശകലം വെയിലൊക്കെ ഒന്ന് ഉറച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ചാണകം മെഴുകി തുടങ്ങാം. ഓക്കെ. ചെറിയ നനവുണ്ട്, എന്നാലും സാരമില്ല. നമുക്കിതിൻ്റെ മുകളിലൊരു ചാണകം കൂടെ മെഴുകിയിട്ട് ഉണങ്ങാനിടാം. അത്യാവശ്യം അത്രയൊക്കെ ഉള്ളൂ, അത്യാവശ്യമുള്ള നനവില്ല. ഇതിനകത്ത് കണ്ടില്ലേ, ചെറിയ പോച്ച് അത് ഇതൊക്കെ കിടപ്പുണ്ട്. ഞാൻ ഈ ചാണകം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തു നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് നല്ല ചാണകമാണ് കേട്ടോ, അത്ര നാടൻ പശുവിൻ്റെയാണ്. അതുകൊണ്ട് കുറച്ച് നല്ല വൃത്തിയുണ്ട്. കുറച്ച് ചവറൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ടെന്നുള്ളതേ ഉള്ളൂ, എന്നാലും ഒരു വൃത്തിയുണ്ട്. പണ്ടൊക്കെ അമ്മമാരെ തറയൊക്കെ ഇങ്ങനെ ചാണകം മെഴുകിയ, നിങ്ങളാരെങ്കിലും കിടന്നിട്ടുണ്ടോ? ചാണകം മെഴുകിയ വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? തറയിൽ നല്ല തണുപ്പാണ്. ആ ഒരു പ്രതീതി. ഞാൻ പണ്ട് നമ്മുടെ അവിടെ നാട്ടിൽ ഇതുപോലെ ചാണകം മെഴുകിയ തറയിൽ അമ്മൂമ്മയൊക്കെ ഇങ്ങനെ ചാണകം മെഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ താമസിച്ചിട്ടുണ്ട് അവിടെ. ചാണകത്തിൻ്റെ മണമൊക്കെ നല്ലൊരു രസമാണ്. നമുക്ക് ഇത് കുറച്ച് കട്ടിയിലങ്ങ് ഇടാം. അപ്പം ദിവസവും കുറച്ച് ചാണകം എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ തളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെഴുകി എടുത്താൽ മതിയാവും. മോളിലൊരു പൂതിപ്പുണ്ട് കേട്ടോ, അത് കൊഴിഞ്ഞു വീണോണ്ടിരിക്കുക.
അങ്ങനെ നമ്മളെ കിടിലൻ അത്തത്തട്ട് റെഡി ആയിട്ടുണ്ട്. ചാണകമൊക്കെ മെഴുകി നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുക അത്തത്തട്ട്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? അങ്ങനെ നമ്മുടെ അത്തത്തട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ? ചാണകമൊക്കെ മെഴുകി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഓണം കുറച്ച് ട്രഡീഷണലായിട്ട് ആഘോഷിക്കണമെന്ന് ആഗ്രഹം. ഓണത്തിന് സാധാരണ നമുക്ക് അത്ര വലിയ ആഘോഷമായിട്ടൊന്നും ഞാൻ ആഘോഷിക്കാറില്ല. പണ്ടൊക്കെ കൊച്ചിലെയൊക്കെ ആഘോഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ പ്രേക്ഷകരോടൊപ്പമുള്ള ഫസ്റ്റ് ഓണമായതുകൊണ്ട് ഞാൻ കുറച്ച് ട്രഡീഷണലായിട്ട് ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുക. പിന്നെ ഇനിയിപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഇരിക്കണം. മഴ പെയ്യായിരുന്ന ഭാഗ്യം. 2 മണിക്കൂർ വെയിൽ കൊണ്ടാൽ ഈ സംഭവം ഒന്ന് ഉണങ്ങിക്കിട്ടും. ഉണങ്ങിക്കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഇത്തിരി വെള്ളം തൊട്ട് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഒന്ന് തളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെഴുകണം. മെഴുകി കഴിഞ്ഞിട്ട് നമുക്ക് അത്തപ്പൂ ഇട്ട് തുടങ്ങാം. അപ്പോൾ എന്താ ഇനി പറയാനുള്ളത്? നമ്മൾ ഈ ട്രഡീഷണലായിട്ടുള്ള ആഘോഷം എല്ലാ ദിവസവും എൻ്റെ പ്രേക്ഷകരുടെ കൂടെ ഞാൻ ആഘോഷിക്കുന്നതാണ്. പിന്നെ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ചേർത്തുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.